വയനാട് സംഭവിച്ചത് അതിതീവ്ര ദുരന്തം തന്നെയെന്ന് ആവർത്തിച്ച് കേന്ദ്രം. ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമാണെന്ന് കേന്ദ്ര വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. എന്നാൽ സംസ്ഥാനം ആവശ്യപ്പെട്ട പ്രത്യേക സാമ്പത്തിക പാക്കേജ് സംബന്ധിച്ച് കത്തിൽ പരാമർശമില്ല. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന് സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തപ്പോഴാണ് വയനാട് സംഭവിച്ചത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമാണെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നത്. വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമാണെന്ന് കേന്ദ്രം വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി രാജേഷ് ഗുപ്ത സംസ്ഥാന റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാലിന് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നത്. വയനാട് ദുരന്തം തീവ്ര സ്വഭാവമുള്ളതാണോ എന്ന് കേന്ദ്രം സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട ഈ മാസം 28-ന് കേരളം കത്തു നൽകിയിരുന്നു. ഇതിനു മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചത്. വയനാട്ടിൽ കേന്ദ്ര സംഘം നടത്തിയ പരിശോധനയിൽ ദുരന്തം തീവ്ര സ്വഭാവമുള്ളതാണെന്ന് വിലയിരുത്തിയിട്ടുണ്ടെന്നാണ് കത്തിൽ പറയുന്നത്. എന്നാൽ പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നത് സംബന്ധിച്ച കത്തിൽ പരാമർശമില്ല. 394 കോടി രൂപ SDRF ഫണ്ടായി കേരളത്തിന് നൽകിയിട്ടുണ്ട്. വയനാട് സംബന്ധിച്ച കേരളത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഫണ്ട് അനുവദിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോഴുള്ള കേന്ദ്രത്തിന്റെ നിലപാട്. അതേസമയം 2219 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.